السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أشراطها. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളും ഏത് നിലക്കാണ് മറുപടി നൽകിയത് എന്ന വിഷയത്തെ സംബന്ധിച്ചായിരുന്നു നമ്മുടെ ഈ പഠന പരമ്പരയുടെ 20ാമത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിന്റെ തുടർച്ചയായി ആ വിഷയത്തിന്റെ വിവിധങ്ങളായ മേഖലകളെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക പ്രമാണങ്ങളുടെ വിശദീകരണങ്ങളിലേക്ക് കടക്കുകയാണ്. അബദ്ധമുക്തമായ നിലക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വിശാലമായ, വളരെയേറെ ശ്രദ്ധാപൂർവം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന അതീവ ഗഹനമായ പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വിഷയമാണല്ലോ നാം പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയും പ്രതിപാദിക്കേണ്ടതും. അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നറിയിച്ചിട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആൻ ഒരു കാര്യം വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്ത് മുഹമ്മദിലെ 18ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, فهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أشراطها. അവർ കാത്തിരിക്കുകയാണോ ഇല്ല സാഴത്ത അന്ത്യനാളിനെ അല്ലാതെ ഇനി എന്താണ് അവർ നോക്കി കാത്തുകൊണ്ടിരിക്കുന്നത്? അൻ തഅതിയഹും ബഗ്തതൻ, അത് വളരെ പെട്ടെന്ന് അവർക്ക് സംഭവിക്കുകയല്ലാതെ മറ്റെന്താണിനി അവർ കാത്തിരിക്കുന്നത്? ഫഖദ് ജാഅ അശ്റാതുഹാ,
ആ അന്ത്യനാളിനെ അറിയിക്കുന്ന അടയാളങ്ങൾ തീർച്ചയായും വന്നു കഴിഞ്ഞു എന്നാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലും ധാരാളം പരാമർശങ്ങൾ കാണുന്നത് എന്തിനു വേണ്ടിയായിരിക്കാം? നാം ചിന്തിക്കുക, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം പൂർത്തിയാകുന്നത് അവൻ ഗൈബിൽ വിശ്വസിക്കുമ്പോഴാണ്. നാം കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ചിന്തക്ക് വിഷയീഭവിച്ചിട്ടില്ലാത്ത പലതും നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെ വിശ്വസിക്കുകയാണ്. വിശ്വാസികളുടെ പ്രത്യേകത തന്നെ യുഅ്മിനൂന ബിൽ ഗൈബി എന്നാണ്. അദൃശ്യങ്ങളിൽ അവർ വിശ്വസിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അന്ത്യനാളിന്റെ അലാമത്തുകളായി, ലക്ഷണങ്ങളായിക്കൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ധാരാളമാണ് അത്തരത്തിലുള്ള അടയാളങ്ങളെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക പ്രമാണങ്ങളുടെ അവതരണങ്ങൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇത് അന്ത്യനാളിനെ സംബന്ധിച്ച് അതിന്റെ മുന്നോടിയായി പറയപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ നാം അറിയുമ്പോൾ, നാം മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിന് കരുത്തു പകരുകയാണ്. നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢീകരിക്കപ്പെടുകയാണ് എന്നതാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഓരോ സംഭവങ്ങളും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിങ്ങനെ വന്നുപോയതും അതുപോലെ തന്നെ വരാനിരിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ധാരാളക്കണക്കിന് കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുമ്പോ യഥാർത്ഥത്തിലുള്ള വിശ്വാസിക്ക് അവന്റെ ഈമാൻ ഇങ്ങനെ ബലപ്പെടുകയാണ്. എന്റെ നേതാവ് പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങൾ അതാ അക്ഷരം പ്രതി ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുന്നുവല്ലോ. ആ അന്ത്യനാളിലേക്ക്, ആ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിന്റെ കോടതിയിൽ പോയി നിന്നുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളുടെയും കണക്ക് പറയേണ്ടതുണ്ടല്ലോ. ആ കണക്ക് പറയാനുള്ള ദിവസം സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ അടയാളങ്ങളും ലക്ഷ്യങ്ങളുമായിക്കൊണ്ട് മുന്നറിയിപ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, അത് പറഞ്ഞത് നമ്മൾ കേൾക്കുമ്പോ, അതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോ നമ്മുടെ ഈമാൻ ഇങ്ങനെ കൂടുന്നു. ഞാൻ വിശ്വസിച്ച വിശ്വാസം വളരെ ശരിയാണ്. എന്റെ റബ്ബൻ അനുഗ്രഹിച്ചല്ലോ, ഈ പാതയിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ, ഹിദായത്തിന്റെ വഴിയിലേക്ക് എനിക്ക് മുന്നേറാൻ എന്റെ റബ്ബ് അനുഗ്രഹിച്ചല്ലോ എന്ന ദൃഢമായ ആശ്വാസവും വിശ്വാസവും നമ്മുടെ മനസ്സിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ധാരാളക്കണക്കിന് മുന്നറിയിപ്പുകൾ ഇങ്ങനെ വന്നതുപോലെ വന്നുകൊണ്ടിരിക്കുമ്പോ അവയെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി അത്തരത്തിലുള്ള ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനും, അതുപോലെ തന്നെ അത്തരത്തിൽ ഇനി അന്ത്യനാളിന്റെ ലക്ഷണങ്ങളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ള ധാരാളക്കണക്കിന് കാര്യങ്ങളുണ്ട്. അവയിൽ ഈ സമുദായം ദുഷിച്ചു പോകുന്ന ഒട്ടേറെ അലാമത്തുകൾ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോ ആ അലാമത്ത് സംഭവിക്കുന്ന, അതല്ലെങ്കിൽ ആ ദുസ്വഭാവം നിലനിൽക്കുന്ന ആളുകളിൽ ഞാൻ പെട്ടുപോകരുതെന്ന കണിശമായ ബോധം എന്റെ മനസ്സിൽ അത് ഉണ്ടാക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ആ ബോധം ഉണ്ടാക്കി തീർക്കുന്നു. ഇതിനു കൂടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ചിലരൊക്കെ പറയാറുണ്ട്, അന്ത്യനാളിന്റെ വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ ലക്ഷണങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നതിൽ നമുക്കെന്ത് കാര്യമാണുള്ളത്? വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനും ചിന്തിക്കാനുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന കണിശമായ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാവുന്ന നിലക്ക്, അത് ദൃഢമാക്കുന്ന നിലക്കാണ് ഓരോ സംഭവങ്ങളും. കഴിഞ്ഞുപോയ സംഭവങ്ങളുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ സംഭവങ്ങളുണ്ട്.
ഇനിയും തീരെ വന്നിട്ടില്ലാത്ത നടന്നിട്ടില്ലാത്ത കാര്യങ്ങളുണ്ട്. ഇങ്ങനെ അന്ത്യനാളിന്റെ ലക്ഷണങ്ങളെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ള പ്രവചനങ്ങളും കാര്യങ്ങളുമൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 2-3 നിലക്കാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. ചിലതൊക്കെ മുമ്പേ കഴിഞ്ഞു പോയതാണ്, ഇനി അതൊരിക്കലും സംഭവിക്കില്ല. ചില ലക്ഷണങ്ങളൊക്കെ കഴിഞ്ഞുപോയി, അത് ഇനി ആവർത്തിക്കില്ല. എന്നാൽ വേറെ ചില ലക്ഷണങ്ങൾ കഴിഞ്ഞുപോയെങ്കിലും അത് ഇനിയും ആവർത്തിക്കാം. ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായേക്കാം, ഇനിയും ഭാവി കാലത്ത് നടക്കാനിരിക്കുന്നതുമാണ്. വേറെ ചില ദൃഷ്ടാന്തങ്ങളുണ്ട് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളായി പറഞ്ഞത്. അത് അന്ത്യനാളിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആ ദൃഷ്ടാന്തങ്ങൾ അതിനോട് ഏറ്റവും അടുത്ത നാളുകളിൽ സംഭവിക്കാനുള്ളതാണ്. അങ്ങനെ ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതും ഇനിയും സംഭവിക്കാനുള്ളതും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി അതിന്റെ അടുത്ത കാലഘട്ടങ്ങളിലായി വളരെ ഭീകരമായ നിലക്ക് നടക്കാനിരിക്കുന്നതുമായ ധാരാളക്കണക്കിന് അലാമാത്തുകളെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അവയിലൂടെ നമ്മുടെ ഈമാൻ ദൃഢമാവുകയാണ് ചെയ്യേണ്ടത്. അതോരോന്നും കാണുമ്പോ, അതോരോന്നും കേൾക്കുമ്പോ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോ എത്ര സത്യമാണ് എന്റെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഇസ്ലാമികമായ തന്റെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും കൂടുതൽ സൂക്ഷ്മതയും ജീവിതത്തിൽ കൂടുതൽ തഖ്വയും ഒക്കെ ഉണ്ടാക്കി തീർക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രമാണങ്ങളിൽ വന്നതുപോലെ അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഗുണമുണ്ട്. അതെന്താണ്? അന്ത്യനാളിന്റെ ലക്ഷണങ്ങളായിക്കൊണ്ട് ഇല്ലാത്ത പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. പലരും അവരവർക്ക് തോന്നിയ കെട്ടുകഥകൾ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല ഐതിഹ്യങ്ങളും പ്രചരിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ഹഖും ബാത്തിലും വേദെന്ന് വേർതിരിയപ്പെടാതെ പലരും പലതും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിനിടക്ക് വിശ്വാസിക്കൊരു ബാധ്യതയുണ്ടല്ലോ. ബാത്തിലായ പ്രത്യേകമായ പ്രചരണങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഹക്കിന്റെ വശങ്ങളെ നിഷേധിക്കുകയും ചെയ്യാതെ ഹക്കിനെ ഹക്കായിക്കൊണ്ട് മനസ്സിലാക്കുകയും ബാത്തിലിനെ ബാത്തിലായിക്കൊണ്ട് തള്ളിക്കളയുവാനും ചെയ്യുവാനുള്ള ഒരവസരം കൂടി നമുക്ക് പ്രമാണബദ്ധമായ നിലക്ക് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളിലൂടെ സാധ്യമാകുന്നു. ഈ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ മുന്നോടിയായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രൂപത്തിലുള്ള അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊരു മണിക്കൂർ കൊണ്ടോ ഏതാനും മണിക്കൂറുകൾ കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്നതിലും അപ്പുറമാണ്. വളരെ വിശാലമായ രൂപത്തിൽ പലതും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ അടയാളങ്ങളെല്ലാം കൂടി ഒരൊറ്റ ഹദീസിലായി കൊണ്ടല്ല വന്നിട്ടുള്ളത്. പലയിടത്തുമായി പല സന്ദർഭങ്ങളിലുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അലാമാത്തുകളെ വിശദീകരിച്ചിട്ടുള്ളത്. അന്ത്യനാൾ സംഭവിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായി നടക്കാനിരിക്കുന്ന അലാമത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബത്തിനെ വിളിച്ചുകൂട്ടിയിട്ട് ആദ്യം മുതൽ അവസാനം വരെ എന്ന് പറഞ്ഞു തീർത്തതല്ല. വ്യത്യസ്ത ഘട്ടങ്ങളിലായി അവിടുത്തെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ സ്വഹാബാ കിറാമിനോട് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ അലാമാത്തുകൾ, ഈ അടയാളങ്ങൾ എന്ന് നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവിടുത്തെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത് തന്നെയാണ് ഏറ്റവും ഒന്നാമത്തെ അടയാളം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമുഖത്തേക്ക് നിയോഗിക്കപ്പെട്ടത് തന്നെ അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി സ്വഹാബത്ത് അത് വിശദീകരിച്ചിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ബുഇസ്തു അന വസ്സാഅ കഹാതൈൻ, ഞാനും അന്ത്യനാളും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് കഹാതൈനി, ഇത് രണ്ടും പോലെയാണ്. യഅനി ഇസ്ബഈനി, രണ്ട് വിരലുകൾ അവിടുന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവിടുത്തെ സബ്ബാബത്തും അഥവാ ചൂണ്ടുവിരലും അതുപോലെ തന്നെ വൽ വുസ്താ, മധ്യവിരലും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു
ബുഇസ്തു അന വസ്സാഅതു കഹാതൈൻ. ഈ രണ്ട് വിരലുകളെ പോലെയാണ് ഞാനും അന്ത്യനാളും നിയോഗിക്കപ്പെട്ടതിന്റെ ഉദാഹരണമെന്ന്. രണ്ട് നിലക്ക് പ്രിയപ്പെട്ടവരെ അവിടെ വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗം ഈ രണ്ട് വിരലുകളും ഇതാ ചേർന്ന് കിടക്കുകയാണ്. ഈ രണ്ട് വിരലുകൾക്കിടയിൽ ഇനി മറ്റൊരു വിരലില്ല. അന്ത്യപ്രവാചകനാണെന്ന സൂചന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ലോകാവസാനത്തിനും ഇടക്ക് ഇനി ഒരു നബി നമുക്ക് വരാനില്ല. അന്ത്യപ്രവാചകനാണ് ഞാൻ, ഇനി ഒരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി തന്നെ അന്ത്യനാളിന്റെ ഒന്നാമത്തെ അലാമത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരു നബി വരാനില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന്റെ മുമ്പ് വന്ന അവസാന പ്രവാചകനാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു വ്യാഖ്യാനം എന്താണ്? വേറൊരു വ്യാഖ്യാനം പറയപ്പെട്ടത്, ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ, ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ ചൂണ്ട് വിരലിനെ അപേക്ഷിച്ച് ഈ മടുവിരലിന്റെ വലുപ്പം അല്പം കൂടുതലല്ലേ? ചൂണ്ടുവിരലിന്റെ ഉയരത്തിൽ നിന്ന് മധ്യവിരലിന്റെ ഈ ഉയരം അല്പമല്ലേ ബാക്കിയുള്ളൂ? അതുപോലെയാണ് എന്റെ നിയോഗം കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എന്റെ ഈ നിയോഗം വന്നതോടുകൂടി ഇനി അന്ത്യനാളിന് കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോ ഇനി അധികം കാലം ബാക്കിയില്ല എന്ന സൂചനയുമായേക്കാം എന്നതാണ് രണ്ടാമത്തെ വ്യാഖ്യാനമായി പറയപ്പെടുന്നത്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബിഅസത്ത്, അവിടുത്തെ നബിയായി നിയോഗിച്ചത്, അവിടുന്ന് നബിയായി വന്നത് അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്, അടയാളം തന്നെയാണ്. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞല്ലോ മറ്റൊരു കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്താണ്. അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അതാ മൗതി ഉഴുതു നിങ്ങൾ എണ്ണിക്കോ സിത്തൻ ബൈന യദൈസാ, അന്ത്യനാളിന്റെ മുന്നോടിയായി കൊണ്ട് സംഭവിക്കാനിരിക്കുന്ന ഒരാറ് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിലൊന്നാമതായി പിന്നെ പറയുന്നത് മൗതി, എന്റെ മരണം തന്നെ. അല്ലാഹുവിന്റെ റസൂല് നിയോഗിക്കപ്പെട്ടത് അന്ത്യനാളിന്റെ അടയാളമായതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത്, അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞത് അതാ അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണം തന്നെയാണ്. മദീന മുഴുവൻ വന്ന് കരഞ്ഞ ദിവസമാണ്. ലോകം വലിയ ശോകമൂകമായ പ്രത്യേകമായ അവസ്ഥയിലേക്ക് നീങ്ങിയ കാലഘട്ടമാണ്. മഹാനായ നബിതങ്ങൾ, നമ്മുടെ നേതാവിന്റെ അന്ത്യസമയങ്ങളും ആ ദിവസങ്ങളിൽ ഉണ്ടായ മറ്റുള്ള ചില ചരിത്രങ്ങളുമൊക്കെ നമ്മൾ ഇവിടെ സവിസ്തരം അന്ത്യപ്രവാചകന്റെ അന്ത്യനിമിഷങ്ങൾ എന്ന അന്ത്യദിനങ്ങൾ എന്ന ആ വിഷയത്തെ ആസ്പദിച്ചുകൊണ്ട് നടത്തിയ സംസാരങ്ങളിൽ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഞാൻ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തും അവിടുന്ന് അന്ത്യനാളിന്റെ മുന്നോടിയായി കൊണ്ട് എണ്ണിയിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തോടുകൂടി ഇനി മാനലോകത്ത് നിന്ന് ഭൂമുഖത്തേക്ക് ഒരു വഹി വരാനില്ല, ഒരു നബി വരാനില്ല. ആ നിലക്കുള്ള ഒരു നിർദ്ദേശം ഇനി വാനലോകത്ത് നിന്ന് ഭൂമിലോകത്തേക്ക് വരികയില്ല. അത് അന്ത്യനാളിന്റെ ലക്ഷണം തന്നെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതാ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ, അന്ത്യനാൾ വളരെ അടുത്തു കഴിഞ്ഞു, അന്ത്യനാൾ അടുത്തു കഴിഞ്ഞു. വൻശഖൽ ഖമർ, വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു, ചന്ദ്രൻ പിളർന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മാത്രമല്ല ആ സംഭവത്തെ കുറിച്ച് ബാക്കി ഖുർആൻ എന്താ പറയുന്നത്? സൂറത്തുൽ ഖമർ, ഇതേ പേരിൽ തന്നെ അൽ ഖമർ എന്ന പേരിലുള്ള അധ്യായത്തിന്റെ 1ഉം 2ഉം ആയത്തുകളാണ് നിങ്ങൾ കേട്ടത്. അതാ ഒന്നാമത്തെ ആയത്തിൽ പറയുന്നു ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. രണ്ടാമത്തെ വചനത്തിൽ എന്താ പറയുന്നത്? വഇൻ യറൗ ആയതൻ യുരിദു വയഖൂലു സിഹ്റുൻ മുസ്തമിർ.
ഇഖ്തറബത്തിസ് സാഅതു വൻഷഖൽ ഖമർ എന്ന് പറഞ്ഞിട്ട് പറയാണ് വഇൻ യറൗ ആയതൻ യുരിദു, അവർ എന്ത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും യുരിദു, അവരതാ അവഗണിക്കുന്നു, തിരിഞ്ഞു കളയുന്നു. കാഫിറുകളുടെ സ്വഭാവം പറയുകയാണ്, മുശ്രിക്കുകളുടെ സ്വഭാവം പറയുകയാണ്. അവരെന്ത് ദൃഷ്ടാന്തം കണ്ടാലും തിരിഞ്ഞു കളയുന്നു. വയഖൂലു, അവര് പറയുകയും ചെയ്തതെന്താണ്? സിഹ്റും മുസ്തമിർ, തുടർന്ന് വരുന്ന അതല്ലെങ്കിൽ നിലനിൽക്കുന്ന ജാലവിദ്യ തന്നെ, സിഹിർ മാത്രമാണിത്, ഇതിൽ പെട്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരതിനെ തള്ളിക്കളഞ്ഞു. നിങ്ങൾ നോക്കൂ, അന്ത്യനാള് സംഭവിച്ചു, അന്ത്യനാള് സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ലക്ഷണമായി തന്നെയാണ് ചന്ദ്രന്റെ പിളർപ്പിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അന്ത്യനാള് സംഭവിക്കുമ്പോ സൂര്യഗോളത്തിന് എന്ത് സംഭവിക്കും? ചന്ദ്രൻ എന്ത് സംഭവിക്കും? താരങ്ങൾക്ക് എന്ത് സംഭവിക്കും? ആകാശലോകത്തിന് എന്ത് സംഭവിക്കും? ഭൂമിക്ക് എന്ത് സംഭവിക്കും? പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ സമുദ്രങ്ങൾക്ക് എന്ത് സംഭവിക്കും? കാട്ടിലെ വന്യമൃഗങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഒട്ടേറെ ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായിക്കൊണ്ട് ഇതൊക്കെ വിശ്വസിക്കാൻ മനുഷ്യ നിനക്ക് പ്രയാസമുണ്ടോ? എങ്കിലിതാ അതാ ആകാശത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുമോ? സൂര്യൻ അങ്ങനെ സംഭവിക്കുമോ? ചന്ദ്രൻ അങ്ങനെ സംഭവിക്കുമോ എന്നൊന്നും നീ ആശങ്കപ്പെടേണ്ടതില്ല. അതാ മുമ്പേ തന്നെ ഒരു ദൃഷ്ടാന്തം കഴിഞ്ഞുപോയി. വൻഷഖൽ ഖമർ, ചന്ദ്രൻ രണ്ട് പിളർപ്പായി. ചന്ദ്രൻ രണ്ട് പിളർപ്പാകെ ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ചന്ദ്രൻ പിളരുകയോ? ഏയ്, അത് സംഭവിക്കുകയില്ല. യുക്തിവാദിക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല. യുക്തിവാദികളുടെ ലൈന് സ്വീകരിച്ച മതയുക്തിവാദികൾക്കും സമ്മതിക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ, ധാരാളക്കണക്കിന് പ്രഗത്ഭരായ സ്വഹാബി വര്യന്മാരിലൂടെ വളരെ കൃത്യമായ നിലക്ക് ഇമാം ബുഖാരിയെ പോലെയുള്ള, ഇമാം മുസ്ലിമിനെ പോലെയുള്ള റഹിമഹുമല്ലാഹ്, അവരെ പോലെയുള്ള പ്രഗത്ഭരായ മുഹദ്ദിസീങ്ങൾ, അതുപോലെ തന്നെയുള്ള ഒട്ടേറെ ഹദീസ് പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിലതാ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായ മുഅ്ജിസാത്തുകളെ സംബന്ധിച്ചു പറയുന്നിടത്തും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ ഈ ചന്ദ്രൻ പിളർന്ന സംഭവം എടുത്തുദ്ധരിക്കുന്നുണ്ട്. ചന്ദ്രൻ പിളരുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ചന്ദ്രൻ പിളർന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇൻഷഖൽ ഖമറു അലാ അഹ്ദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിഖൈൻ فقال رسول الله صلى الله عليه وسلم اشهدوا اشهدوا رواه مسلم رحمه الله. ഖമർ, ചന്ദ്രൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പിളർന്നു. ബിശിഖൈനി, രണ്ട് പിളർപ്പായി എന്നാണ്. മലയുടെ രണ്ട് ഭാഗങ്ങളിലേക്ക്, അതിനിടയിലൂടെ ഹിറാമല കാണുന്ന നിലക്ക്, പർവ്വതം കാണുന്ന നിലക്ക് രണ്ട് ഭാഗങ്ങളിലേക്കായി ചന്ദ്രൻ പകുതിയായിക്കൊണ്ട് പിളർന്നു മാറി. ഇത് ഈ രംഗം കാണുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ളവരോട് പറയുകയാണ്, ഇഷ്ഹദൂ ഇഷ്ഹദൂ, കണ്ടു മനസ്സിലാക്കൂ, ഇതാ സാക്ഷിയായിക്കൊള്ളൂ, നന്നായി കണ്ടോളൂ, നന്നായി സാക്ഷികളായിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവരോട് പറയുകയുണ്ടായി എന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഇമാം ബുഖാരിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ രംഗം കണ്ടപ്പോ മുശ്രിക്കുകൾ പറഞ്ഞു, മുഹമ്മദ് എല്ലാവരെയും ജാലവിദ്യ കൊണ്ട് മയക്കാൻ സാധിക്കുന്ന ഒരാളാണ്. ജാലവിദ്യയും കുതന്ത്രവും ഒക്കെ ചെയ്തിട്ട് ചെപ്പടി വിദ്യകൾ കൊണ്ട്, മാജിക്കുകൾ കൊണ്ട് ആളുകളെ വശീകരിക്കാൻ മുഹമ്മദിന് കഴിയും. പക്ഷെ എല്ലാവരെയും വശീകരിക്കാൻ കഴിയൂലല്ലോ. എന്നിട്ട് അവര് പറഞ്ഞു, ഹാദാ സിഹ്റുൻ സഹറക്കും ഇബ്നു അബീ കബ്ശ, അബൂ കബ്ശയുടെ മോൻ നിങ്ങൾക്ക് ചെയ്ത രൂപത്തിലുള്ള ഒരു സിഹറാണിത്. അബൂ കബ്ശയുടെ ജാലവിദ്യയിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണ്. അബൂ കബ്ശത്ത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ചുകൊണ്ടെന്ന് തരം താഴ്ത്തിക്കൊണ്ട് മുശ്രിക്കുകൾ പ്രയോഗിച്ചിരുന്ന വാക്കാണ്.
എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചെറുപ്പത്തിൽ അതാ മുലയൂട്ടാൻ വേണ്ടി ഹലീമത്തു സഅദിയ, ആ ഹലീമത്തു സഅദിയ എന്ന മഹദിയുടെ സമീപത്തേക്കല്ലേ നബി തങ്ങളെ മുലയൂട്ടാൻ ഏൽപ്പിച്ചിരുന്ന, മുലയൂട്ടിയ ഒരു മാതാവല്ലേ ആ ഹലീമ എന്ന് പറയുന്ന മഹദിയുടെ ഭർത്താവിന്റെ പേരായിരുന്നു അബൂ കബ്ശ. അതുകൊണ്ട് ഹലീമത്ത് എന്ന മഹദി അതാ പാല് കൊടുത്ത് വളർത്തിയ മോനെന്ന നിലക്ക് ആ ഹലീമയുടെ ഭർത്താവിലേക്ക് ചേർത്തുകൊണ്ട് അബൂ കബ്ശയുടെ മോനാണെന്ന് പരിഹാസപൂർവ്വം മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു. എന്നിട്ട് അതിനെപ്പറ്റിയാണ് ഈ പറയുന്നത്. ആ അബൂ കബ്ശന്റെ മോൻ നിങ്ങൾക്കിതാവിടെ സിഹിർ ചെയ്തിരിക്കുകയാണ്, അവന്റെ ജാലവിദ്യയിൽ പെട്ടുപോകരുത്. അതുകൊണ്ട് എല്ലാവരെയും അവന് എല്ലാ കാലത്തും പറ്റിക്കാനാവില്ല. നമ്മളേതായാലും അവന്റെ ജാലവിദ്യയിൽ ഇപ്പോൾ പെട്ടിട്ടുണ്ട്. പക്ഷേ വരാൻ പോകും പിന്നീടെത്തുന്ന യാത്രക്കാരെ നമുക്കൊന്ന് നോക്കാം. മറ്റ് ദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന ആളുകളെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. നിങ്ങൾ ഈ കണ്ടതുപോലെയൊക്കെ അവരും കണ്ടു എന്നവർ സാക്ഷി പറയുകയാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞത് സത്യസന്ധമായിരിക്കും. മുഹമ്മദ് പറഞ്ഞത് സത്യസന്ധമായിരിക്കും. എന്നാ മുശ്രിക്ക് അതിൽ ഉറച്ചു നിന്നോ? കാഫിറുകൾ അതിൽ ഉറച്ചു നിന്നോ? ഇല്ലല്ലോ. അതേ ചരിത്രത്തിൽ കാണാം, ഫമാ ഖദിമ അലൈഹിം അഹദുൻ ഇല്ലാ അഖ്ബറഹും ബിദാലിക. അവരിൽ അടുത്തേക്ക് ഏത് നാട്ടുകാർ വരുമ്പോഴും അവർ ചോദിക്കുമ്പോഴും അവരൊക്കെയും പറയുന്നു, ഞങ്ങളും കണ്ടല്ലോ, ഞങ്ങളും അതനുഭവിച്ചല്ലോ എന്ന് പറയുന്നു. പക്ഷേ ഈ ധിക്കാരികൾ അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, എന്ത് ദൃഷ്ടാന്തങ്ങൾ പച്ചയായി കണ്ണിന്റെ മുമ്പിൽ അങ്ങ് കണ്ടാലും അതൊക്കെ ജാലവിദ്യ തന്നെ എന്നും പറഞ്ഞ് അവഗണിക്കലായിരുന്നല്ലോ അവരുടെ പതിവ്. ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കൂ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ഈ കാര്യം ജനങ്ങളുടെ മുമ്പാകെ സാക്ഷിയാക്കിക്കൊണ്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിലൂടെയുള്ള സൂചനകൾ പല മഹാന്മാരും രേഖപ്പെടുത്തിയത് കാണാം. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അവിടുത്തെ ചില വാചകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖാല അല്ലാഹു തആല ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ യഖൂൽ കമാ ശഖഖതുൽ ഖമറ കദാലിക ഉഖീമുസ് സാഅ. ചന്ദ്രനെ നാം പിളർത്തിയില്ലേ, ചന്ദ്രനെ നാം പിളർത്തിയില്ലേ, അതുപോലെ അന്ത്യനാളും നിങ്ങളിലേക്ക് ഞാൻ സംഭവിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ ലോകത്ത് മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത പലതും ഇവിടെ വരാൻ പോവുകയാണ്. പലതും അവിടുന്ന് പ്രവചിച്ചു കഴിഞ്ഞു, പലതും അവിടുന്ന് പ്രവചിച്ചു പോയല്ലോ, പലതും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു, ഇനിയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, വരാനിരിക്കുന്നു. ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും വിശദീകരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്തായിട്ടല്ല പല സ്ഥലത്തായി കൊണ്ട് പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങൾ. അതിൽ മറ്റൊരു പ്രവചനമാണ് ഇദാ ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് വിജയിക്കാൻ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ക്രൈസ്തവ ലോകത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന അധികാരത്തിലുണ്ടായിരുന്ന ബൈത്തുൽ മുഖദ്ദസ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലത്ത് അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു, ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കപ്പെടും, ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കപ്പെടും, അങ്ങനെ ഒന്ന് സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവചിക്കുന്നു. ആ പ്രവചനം റോമൻ സൈന്യത്തിന്റെ കയ്യിലായിരുന്ന ആ ബൈത്തുൽ മുഖദ്ദസ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് മുസ്ലിമീങ്ങളിലേക്ക് ആദ്യമായി കയ്യിൽ കിട്ടുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ശക്തമായ നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിച്ച ശക്തമായ സൈന്യം അവരുടേതായ പ്രത്യേകമായ പ്രദേശങ്ങളിൽ വളഞ്ഞു. അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളുടെ ചുറ്റുഭാഗത്തും മുസ്ലിമീങ്ങൾ സൈന്യങ്ങൾ വളഞ്ഞു ശക്തമായ ഉപരോധം ഏർപ്പെടുത്തി. അവർക്ക് ഗത്യന്തരമില്ലാതായപ്പോൾ സന്ധി സംഭാഷണങ്ങൾക്ക് അവരുടെ നേതാവ് ക്ഷണിച്ചു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ നേരിട്ട് വന്ന് ഞങ്ങളോട് സന്ധിയിലും കരാറിലും ഒപ്പുവെച്ചാലേ ഞങ്ങൾ വിശ്വസിക്കൂ, അംഗീകരിക്കൂ എന്നവരെ അവര് പറഞ്ഞു. അവസാനം അതാ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതിനു വേണ്ടി യാത്ര ചെയ്തു. അവിടെ പോയി അവരുമായിട്ട് അതാ ശക്തവും വ്യക്തവുമായ നിലക്കുള്ള കരാറിൽ ഒപ്പിടുകയാണ്.
അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനമത ആ ഘട്ടത്തിലും പുലരുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു കിട്ടി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുന്ന് ഇസ്രാ മിഅ്റാജിന്റെ അവസരത്തിൽ ബൈത്തുൽ മുഖദ്ദസിൽ കയറി നമസ്കരിച്ചത് നമുക്കറിയാം. ആ നബി തങ്ങൾ നമസ്കരിച്ചെടുത്ത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് വിജയപതാക ഏന്തിക്കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കിയപ്പോൾ അതേ സ്ഥലത്തേക്ക് കയറി നിന്നുകൊണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളും നമസ്കാരം നിർവഹിച്ചു. മാത്രമല്ല ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കിയതിന്റെ ശേഷം വന്ന ഒന്നാമത്തെ നമസ്കാരം ഫജ്ർ നമസ്കാരമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ആ നമസ്കാരത്തിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു സ്വാദും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇസ്റാഉമാണ് പാരായണം ചെയ്തത് എന്നും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതായാലും പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളുടേതല്ലാത്ത അധീനതയിലുണ്ടായിരുന്ന ബൈത്തുൽ മുഖദ്ദസ് അത്ഭുതകരമായ നിലക്കുള്ള ഉപരോധങ്ങളിലൂടെ ശക്തമായ പോരാട്ടം നടക്കാതെ തന്നെ കൃത്യമായ നിലക്ക് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതിനെ മോചിപ്പിക്കുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം തൊട്ട് ഹിജ്റ 492 വരെ മുസ്ലിമീങ്ങളുടെ കൈകളിലാണ് അത് നിലനിന്നത്. പക്ഷേ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളുടെയും രാജാക്കന്മാരുടെയും തമ്മിൽ തല്ലും, അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള പല, പ്രത്യേകിച്ച് അമവി കാലഘട്ടവും അബ്ബാസി കാലഘട്ടത്തിലുമൊക്കെ ഉണ്ടായ അന്തഛിദ്രതകൾ കാരണത്താൽ വീണ്ടും കുരിശിന്റെ വക്താക്കൾക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു കയറാൻ അവസരം കിട്ടി. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പിന്നെയും കടന്നു കയറാൻ അവസരം കിട്ടി. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം തൊട്ട് ഹിജ്റ 492 വരെ മുസ്ലിമീങ്ങളുടെ കൈകളിൽ ഉണ്ടായിരുന്ന ബൈത്തുൽ മുഖദ്ദസ് വളരെ നീചമായ നിലക്ക് കുരിശുകാർ പിന്നെയും കൈയടക്കുകയാണ് ചെയ്തത്. 492 അവർ ബൈത്തുൽ മുഖദ്ദസ് കൈയടക്കിയപ്പോൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറിയ പോലെ എല്ലാവരുടെ സ്വഭാവം ഉണ്ടായത്. അതിന്റെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന കുഞ്ഞൻ കുട്ടികൾ, സ്ത്രീകൾ, ഗർഭിണികൾ, ഗർഭത്തിലുള്ള കുട്ടികളെ പോലും പുറത്തെ കറുത്തെടുത്തുകൊണ്ട് ശൂലത്തിൽ കുത്തിയും കുന്തത്തിൽ കുത്തിയുമൊക്കെ ആ പ്രദേശത്ത് മുഴുവൻ ശക്തമായ രക്തം നിറക്കുന്ന വളരെ മോശമായ, അതിനീചവും നിന്ദ്യവും നികൃഷ്ടവുമായ ചെയ്തികളായിരുന്നു കുരിശിന്റെ വക്താക്കൾ ക്രിസ്ത്യാനികൾ അന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിൽ ചെയ്തത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അതിനീചവും നികൃഷ്ടവുമായ ഏറ്റവും മോശപ്പെട്ട രംഗങ്ങളായിരുന്നു. മുസ്ലിം നേതാക്കന്മാരെയും മുസ്ലിമീങ്ങളെയും മുഴുവൻ കഴുത്തറുത്തു കൊന്നു. സ്ത്രീകളെ പോലും വിട്ടില്ല, ഗർഭിണികളെ പോലും വിട്ടില്ല, കൈക്കുഞ്ഞുങ്ങളെ വിട്ടില്ല. തലയറുത്തു കൈക്കുഞ്ഞുങ്ങളുടെ കഴുത്തറുത്തുകൊണ്ട് കുന്തത്തിൽ ആ കൈക്കുഞ്ഞുങ്ങളുടെ, ആ ചെറിയ ശിശുക്കളുടെ തല അവരുടെ കുന്തത്തിൽ നാട്ടിയിട്ട് ആളുകളുടെ മുമ്പിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന അത്രയും നീചമായ നികൃഷ്ടമായ ക്രൈസ്തവ കുരിശിന്റെ വക്താക്കൾ ജയിച്ചാലുള്ളവരുടെ സ്വഭാവമായിരുന്നു അത്. അതേ അവസരത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അവരിൽ നിന്ന് മുമ്പ് കാലത്ത് മോചിപ്പിച്ചപ്പോൾ ഒരാളെയും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഒരാളെയും അന്യായമായി യാതൊരു നിലക്കും അദ്ദേഹം ആക്രമിച്ചിട്ടില്ലായിരുന്നു. എല്ലാവരെയും ആദരിച്ചുകൊണ്ട് അവരുമായി പ്രത്യേകമായി അവരവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്താവുന്ന നിലക്കുള്ള സന്ധികളിലും കരാറുകളിലും ഏർപ്പെട്ട ഏറ്റവും കൂടുതൽ അമുസ്ലിമീങ്ങളോട് എങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ വർത്തിച്ചിരുന്നത് എന്നതിനുള്ള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നിലക്കുള്ള കൃത്യമായ രൂപത്തിലുള്ള പെരുമാറ്റമായിരുന്നു, കരുണാപൂർവമായ പെരുമാറ്റമായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തതെങ്കിൽ ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീട് ഭരണാധികാരികളിൽ ഉണ്ടായ അന്തഛിദ്രത മുതലെടുത്തുകൊണ്ട് കുരിശുപട പിന്നെയും അങ്ങോട്ട് കയറിയപ്പോൾ കഴുത്തറുത്ത് കൊന്നുകൊണ്ടായിരുന്നു പ്രതികാരം വീട്ടി അവർ വിജയം ആഘോഷിച്ചത്. 492 അവരുടെ കയ്യിലായ ബൈത്തുൽ മുഖദ്ദസ് 583 വരെ, അഥവാ ഹിജ്റ 583 വരെ
പിന്നെയും അവരുടെ കൈകളിൽ തന്നെയായിരുന്നു. ആ ഘട്ടത്തിലതാ ഒരു വെള്ളി നക്ഷത്രം ഉദിക്കുകയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ 583 റജബിൽ അതാ ഒരു ഭരണാധികാരി രംഗത്ത് വരികയാണ്. ആ ഭരണാധികാരിയുടെ കൈക്ക് അതാ 583 റജബിൽ വീണ്ടും ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾ ജയിച്ചടക്കുകയാണ്. ആരാണ് ആ ഭരണാധികാരി? ചരിത്രത്തിൽ അറിയപ്പെടുന്ന സലാഹുദ്ദീനുൽ അയ്യൂബി. സലാഹുദ്ദീനുൽ അയ്യൂബി എന്നറിയപ്പെടുന്ന ആ ചരിത്ര നായകൻ, അദ്ദേഹത്തിന്റെ കൈക്ക് വീണ്ടും മുസ്ലിമീങ്ങൾക്ക് അധികാരം കിട്ടുകയാണ്. ഈ സലാഹുദ്ദീൻ അയ്യൂബി ഇതേപോലെ തന്നെ ഈ കുരിശുപടക്കാർ മുമ്പ് ചെയ്ത രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രതികാരം ചെയ്തില്ല. അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കിയപ്പോഴും തന്റെ മുൻഗാമിയായ തന്റെ നേതാവായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ നാട്ടുകാരോട് എങ്ങനെ സ്നേഹത്തോടെ വർത്തിച്ചുവോ അതേ സ്നേഹപ്രകടനങ്ങളും പെരുമാറ്റ രീതികളുമാണ് സലാഹുദ്ദീനുൽ അയ്യൂബിയും പുലർത്തിയത്. ശത്രുക്കളുടേതായ കബന്ധങ്ങൾ കുമിഞ്ഞുകൂടിയില്ല. ശത്രുക്കളുടെ തലയറുത്ത് രക്തം കൊണ്ട് അദ്ദേഹം ആഘോഷിച്ചില്ല. മറിച്ച് കരുണാർദ്രമായ നിലക്കുള്ള സമീപന രീതി. മുസ്ലിമീങ്ങൾ എപ്പോഴും അങ്ങനെയായിരുന്നു. ജയിച്ചടക്കുന്നിടത്ത് സംഹാര താണ്ഡവമാടിക്കൊണ്ട് പ്രതികാരം തീർക്കുന്ന പ്രതികാരദാഹികളായിരുന്നില്ല എന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജയിച്ചടക്കിയ കാലഘട്ടത്തിൽ പ്രവാചകനെതിരെ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട സ്വഭാവങ്ങളും പീഡനങ്ങളും അക്രമങ്ങളും കാണിച്ച ജനതയെ കൺമുമ്പിൽ കയ്യിൽ കിട്ടിയിട്ടും എന്തും ചെയ്യാൻ അധികാരം പ്രവാചകന്റെ കാൽ കീഴിൽ വന്നിട്ടും അവിടുന്ന് എന്തായിരുന്നു പറഞ്ഞത്? ഇദ്ഹബൂ ഫഅൻതും തുലഖാ, പൊയ്ക്കോളൂ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണെന്ന് പറഞ്ഞു വിട്ടില്ലേ? ആ പാരമ്പര്യം പഠിച്ച ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കിയപ്പോൾ പ്രതികാരദാഹിയായി കൊണ്ട് രക്തം ചൊരിഞ്ഞില്ല. അതേ പാരമ്പര്യം മനസ്സിലാക്കിയ സലാഹുദ്ദീനുൽ അയ്യൂബി ക്രൈസ്തവരിൽ നിന്ന് ആ കുരിശുപടയുടെ കൈകളിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചപ്പോഴും ഈ പ്രതികാരത്തിന് മുതിർന്നില്ല. അതാണ് മുസ്ലിം നേതാക്കളുടെയും ഭരണാധികാരികളുടെയും ഉമറാക്കളുടെയും ചരിത്രം. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചരിത്രത്തെ ഒരുപാട് പലരും വികലമാക്കിയിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ വളരെ മോശക്കാരായി ചിത്രീകരിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ ക്രൂരന്മാരും നീചന്മാരും നിന്യന്മാരും അതേപോലെ തന്നെ ശിലാഹൃദയങ്ങളെക്കാൾ കടുത്തുറച്ച ഹൃദയത്തിന്റെ വക്താക്കളാണ്, ശിലകളെക്കാളും കടുത്തുറച്ച ഹൃദയത്തിന്റെ വക്താക്കളാണെന്ന് പ്രചരിപ്പിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായി അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്നാൽ സലാഹുദ്ദീനുൽ അയ്യൂബി ജയിച്ചടക്കിയ ആ ബൈത്തുൽ മുഖദ്ദസ് പിന്നെയും അദ്ദേഹത്തിന്റെ കാലശേഷം അതാ മോശപ്പെട്ട ഭരണാധികാരികൾ വന്നപ്പോ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഛിദ്രതകൾ പിന്നെയും മുളപൊട്ടിയപ്പോ പിന്നെയും കുരിശുപട ആ അവസരം മുതലെടുത്തുകൊണ്ട് പിന്നെയും ബൈത്തുൽ മുഖദ്ദസിലേക്ക് അരച്ചു കയറുകയാണ് ചെയ്തത്. അന്ന് മുതലതാ ഇന്ന് വരെ ഇതാ ഇപ്പോൾ 1948 ജൂതന്മാരവിടെ അമേരിക്കൻ രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി അവിടെ ജൂതരാഷ്ട്രത്തിന് തന്നെ വിത്തുപാകി. ആ കാലഘട്ടം 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിതമായത് മുതൽ അവിടെയുള്ള മുസ്ലിമീങ്ങൾ കുടിക്കുന്ന കണ്ണുനീരിന്, അവിടെ ചൊരിയപ്പെട്ട രക്തച്ചാലുകൾക്ക് കയ്യും കണക്കുമില്ലെന്ന് ഈ ലോകത്തെ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ആ രൂപത്തിൽ വളരെ മോശമായ നിലക്ക് ഫലസ്തീനികൾ അട്ടിപ്പായിക്കപ്പെടുകയും അവർ തെരുവുകൾ തോറും തെണ്ടി നടക്കുകയും ചെയ്യേണ്ടുന്ന ദുരന്തങ്ങളിലേക്ക് അവരെ തള്ളിവിടുന്ന നിലക്ക് ജുദായിസത്തിന്റെ അതുപോലെ തന്നെ ക്രിസ്ത്യാനിസത്തിന്റെ വളരെ മോശമായ രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ ഇന്നും ലോകം അനുഭവിക്കുകയാണ്. എന്നൊരു സലാഹുദ്ദീൻ അയ്യൂബിന് ലോകത്ത് ഉദയം ചെയ്യുമെന്ന് ലോകം കാത്തിരിക്കുകയാണ്. പക്ഷേ അതിനാള് സംഭവിക്കുന്നതിന്റെ മുമ്പേ അത് വീണ്ടും ജയിച്ചടക്കിയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്ന് എപ്പോൾ അല്ലാഹു അഅലം. അല്ലാഹു എത്രയും വേഗം ആ ബൈത്തുൽ മുഖദ്ദസിനെ മുസ്ലിമീങ്ങളിലേക്ക് തിരിച്ചു നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മോശമായ രൂപത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്ന് ഈ സമുദായത്തിന്റെ മേലാളന്മാരെ അതുപോലെയുള്ള നേതാക്കൾക്ക് അവർക്കിടയിലുള്ള ഛിദ്രതകളിൽ നിന്ന് മോചനം നൽകിക്കൊണ്ട് ഒന്നിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പ്രവചനം ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കപ്പെടും എന്ന് പറഞ്ഞത് പല ഘട്ടങ്ങളിൽ സംഭവിച്ചു, ഇനിയും സംഭവിക്കും. നേരത്തെ പറഞ്ഞില്ലേ, പല രൂപത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വട്ടം മാത്രമല്ല പലവട്ടം സംഭവിക്കുന്നവയുണ്ട്. സംഭവിച്ചു കഴിഞ്ഞു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയും വരാനിരിക്കുന്നത് ഒക്കെയുണ്ടാകും.
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവചനമായിരുന്നു മൂതാനുൻ യഖുദു ഫീകും കഖുആസിൽ ഗനം. മൂതാനുൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ധാരാളക്കണക്കിന് മരണം സംഭവിക്കും, വമ്പിച്ച ധാരാളക്കണക്കിന് മരണം സംഭവിക്കും. യഖുദു ഫീകും, അത് നിങ്ങളിൽ പിടികൂടും. എങ്ങനെ? കഖുആസിൽ ഗനം, കഖുആസിൽ ഗനം, ആട്ടിന് രോഗം പിടിപെടുന്നത് പോലെ. എന്താണ് ഖുആസ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ദാഉൻ യഖുദു ദവാബ് ഫയസീലു മിൻ ഉനൂഫിഹാ ശൈഉൻ ഫതമൂതു ഫുജ്അ. ചില മൃഗങ്ങൾക്ക് ബാധിക്കുന്ന ഒരു രോഗമാണ്. ആ രോഗം അങ്ങ് ബാധിച്ചാൽ അവയുടെ മൂക്കിൽ നിന്നൊരു നീരൊലിപ്പ് ഇങ്ങനെ തുടങ്ങും, പെട്ടെന്ന് മരിക്കുകയും ചെയ്യും. ആ രൂപത്തിലുള്ള ചില രോഗങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് മാരകമായ രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ധാരാളക്കണക്കിനുള്ള മരണങ്ങൾ വരാൻ പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ നോക്കൂ, മുസ്ലിം ചരിത്രത്തിൽ തന്നെ അല്ലാഹുവിന്റെ റസൂല പ്രവചിച്ചതിന്റെ ശേഷം ഈ രൂപത്തിലുള്ള ഒരു കൂട്ടമരണം സംഭവിച്ച പകർച്ചവ്യാധി ഉണ്ടായത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ ജയിച്ചടക്കലിന് ശേഷം അതാ ഫലസ്തീനിന്റെ പ്രദേശങ്ങളിൽപ്പെട്ട അംവാസ് എന്ന് പറഞ്ഞ പ്രദേശത്ത് ശക്തമായ നിലക്ക് താഴൂൻ പടർന്നു പിടിക്കുകയുണ്ടായി. കോളറ എന്ന് അറിയപ്പെടാവുന്ന, അതല്ലെങ്കിൽ പ്ലേഗ് എന്നറിയപ്പെടാവുന്ന നിലക്കുള്ള മാരകമായ രോഗം പടർന്നു പിടിച്ചു എന്ന് മാത്രമല്ല, ഹിജ്റ 18-ാമത്തെ വർഷമാണ് ആ സംഭവങ്ങൾ താഴൂൻ അമവാസ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. ഒന്നും രണ്ടും ആയിരങ്ങളല്ല അന്ന് മരിച്ചു വീണത്, ഷഹീദുകളായത്, ആ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് മരിച്ചു വീണത്. കാരണം നമുക്കറിയാം, താഴൂൻ പിടിപെട്ടുകൊണ്ട് മരണപ്പെട്ടവർ ഉഖറവിയായ ഷഹീദുകളിൽപ്പെട്ടവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആഖിറത്തിൽ അവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലമാണെന്നാണ് അതിന്റെ സൂചന. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനമത അക്ഷരാർത്ഥത്തിൽ പുലർന്നു. അന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഈ പ്രദേശത്ത് പടർന്നു പിടിച്ച ഈ മാരകമായ രോഗം കാരണത്താൽ 25,000-ഓളം 1,00,000-ഓളം മുസ്ലിമീങ്ങളാണെന്ന് പടഞ്ഞു മരിച്ചത് എന്ന് നമ്മൾ അറിയണം. 1,00,000-ഓളം മുസ്ലിമീങ്ങൾ, 25,000 മുസ്ലിമീങ്ങളാണെന്ന് മരണപ്പെട്ടത്. അവരുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. ബദറിൽ പങ്കെടുത്തവർ, ഉഹദിൽ പങ്കെടുത്തവർ പോലെയുള്ള പ്രഗത്ഭരായ സ്വഹാബി വര്യന്മാർ റളിയല്ലാഹു അൻഹും. അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ വിശ്വസ്തനെന്ന് അല്ലാഹുവിന്റെ റസൂലിനാൽ സ്ഥാനപ്പേര് ലഭിക്കപ്പെട്ട മഹാനായ സ്വഹാബിയായിരുന്നു അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാൻ ഉൾപ്പെടെയുള്ള 25,000-ഓളം ആളുകളാണ്, അവരിൽ പ്രഗത്ഭരായ സഹാബാക്കളുണ്ട്. അവരാണ് ആ രൂപത്തിലുള്ള രോഗത്തിന് അടിമകളായിക്കൊണ്ട് മരണപ്പെട്ടത്. വമ്പിച്ച രൂപത്തിൽ നിങ്ങളിൽ കൂട്ടമരണം നടക്കാൻ പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം. സുമ്മ മൂതാനുൻ യഖുദു ഫീകും കഖുആസിൽ ഗനം എന്ന് പറഞ്ഞത് അന്ന് അവിടെ സംഭവിച്ചു. ഇനി എപ്പോഴാണ്? ഇനിയും അത് ലോകത്ത് പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, പലപ്പോഴും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായേക്കാം. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനങ്ങളിൽ നമുക്ക് അതും കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു അത്ഭുതകരമായ വേറൊരു കാര്യമുണ്ടായി. അതെന്താണ്? നാറുൽ ഹിജാസ്. ഹിജാസ് പ്രദേശത്ത് നിന്ന് ഒരു തീ ശക്തമായ നിലക്ക് പുറപ്പെടും. അത് ബുസറായിലുള്ള ഒട്ടകങ്ങളുടെ കഴുത്തുകൾ വരെ ആ തീയുടെ പ്രകാശത്താൽ കാണുമാറാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ സംഭവം? നമുക്ക് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. ആ സംഭവം നടന്ന കാലഘട്ടത്തിൽ ജീവിച്ച പല മഹാന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം നവവി റഹ്മഹുള്ളയെ പോലെയുള്ള പല പണ്ഡിതന്മാരും ആ കാലഘട്ടത്തിലെ സമകാലികരാണ് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹിജ്റ 654 ജമാദുൽ അവ്വൽ അതല്ലെങ്കിൽ ജമാദുൽ ആഖിറിലായിരുന്നു ആ തീ പുറപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നാം പരിശോധിച്ചാൽ ഇന്നും മദീനയിൽ പോയാൽ അവിടെയുള്ള ചരിത്രം അറിയാവുന്ന ആളുകളോട്, ചരിത്ര വിദ്യാർത്ഥികളോട് അന്വേഷിച്ചു നോക്കിയാൽ
ആ വലിയ തീപിടുത്തം പടർന്നു പിടിച്ച ആ തീ മുഖേന വെന്തുരുകിയ വലിയ രൂപത്തിലുള്ള ആ സംഭവത്തിന്റെ അവശിഷ്ടങ്ങളുള്ള പർവ്വതങ്ങൾ അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്നു എന്നവർ പറഞ്ഞു മനസ്സിലാക്കി തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ തഖറുജ നാറുൻ മിൻ അർദിൽ ഹിജാസ്, ഹിജാസിന്റെ മണ്ണിൽ നിന്ന്, ഹിജാസിന്റെ ഭൂമിയിൽ നിന്ന് ഒരു തീ പുറപ്പെടുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുന്നതല്ല. അത്രയോ ദൂരപ്രദേശങ്ങളിലുള്ള ബുസ്റായിലുള്ള ഒട്ടകങ്ങളുടെ കഴുത്തുകൾ വരെ, എത്രയോ ദൂരമുള്ള ഈ തീയുടെ വെളിച്ചം അത്രയും ദൂരമുള്ള പ്രദേശങ്ങളിലേക്ക് വരെ കാണുന്നതാണ്. അത്ര വലിയ തീപിടുത്തം മദീനയിൽ ഉണ്ടായി. മദീനയിലാണ് ഈ സംഭവിച്ചത്. ഹിജാസ് മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനാണല്ലോ ഹിജാസ് എന്ന് പറയുന്നത്. മദീനയിൽ ഹിജറ 654 നടന്ന ഈ ശക്തമായ തീപിടുത്തം, അതിന്റെ വിവരണങ്ങൾ ധാരാളം നമുക്ക് പല ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ആ ദിവസം ജമാഅത്തുൽ ആഖിറിലെ ആ ദിവസം അതാ മദീനയിൽ ശക്തമായ പ്രകമ്പനമുണ്ടായി എന്നാണ് പറയുന്നത്. ശക്തമായ പ്രകമ്പനമുണ്ടായി എന്ന് മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന വീടുകളും അതുപോലെ തന്നെ മരങ്ങളും ചില്ലകളും പോലും വിറവിറച്ചു എന്നാണ്. മദീനത്തെ പള്ളി വരെ കിടുങ്ങുന്ന ഒരവസ്ഥയുണ്ടായി എന്നാണ്. ശക്തമായ നിലക്കുള്ള പ്രകമ്പനം, വലിയ ശബ്ദങ്ങൾ, അതേ ധാരാളക്കണക്കിന് പർവ്വതങ്ങളെ അത് ബാധിച്ചു. പർവ്വതം ഏത് പർവ്വതത്തിൽ ആ തീ ആ പ്രകമ്പനം ബാധിക്കുന്നുവോ അതിനെയൊക്കെ അതാത് പൊടിച്ചു കളയുന്ന, ഉരുക്കിക്കളയുന്ന നിലക്കുള്ള ശക്തമായ തീപ്രവാഹം തന്നെ, തീജ്വാല തന്നെ, തീയുടെ നദി ഒഴുകുന്നുവോ എന്ന് തോന്നിപ്പോകുന്ന നിലക്ക്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, അഗ്നിപർവ്വതം പൊട്ടിയാൽ അതിന്റെ ലാവകൾ ഉരുകി ഒലിച്ചിറങ്ങുന്നത് മീഡിയകളിലൂടെ കണ്ടവരാണ് നമ്മൾ. ഇതേപോലെ പർവ്വതത്തിൽ നിന്ന് പൊട്ടിമുളച്ച, പൊട്ടി ഉയർന്ന ആ അഗ്നിപർവ്വതം പോലെയുള്ള തീഗോളം, ആ തീഗോളം ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നിട്ട് ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസർ കഅന്നഹു ജിമാലത്തുൻ സുഫറന്ന് നരകത്തിയിൽ നിന്ന് തെറിച്ച് വീഴുന്ന തീപ്പൊരികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? അതാ കോട്ട സമാനമായ നിലക്കുള്ള, അതാ മഞ്ഞക്കളറിലെ ഒട്ടകങ്ങളെ പോലെ അതാ തീപ്പൊരികൾ പാറുന്നു എന്ന് പറഞ്ഞില്ലേ? അതുപോലെ മദീനക്കാർക്ക് അനുഭവപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ശക്തമായ തീ. എല്ലാവരും മദീനത്തെ പള്ളിയിൽ ഒരുമിച്ചുകൂടി പേടിച്ച് നടുങ്ങി. ദിവസങ്ങളോളം നീണ്ടുനിന്നു ആ തീ പ്രവാഹം എന്നാണ്. മലയിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ അതാ മല ഇങ്ങനെ ഉരുകിയിട്ട് ഇങ്ങനെ ഒലിക്കുന്നത് പോലെ തീയാണ് ഒഴുകി വരുന്നത്. തീ ഒലിച്ചിറങ്ങുകയാണ്. അങ്ങനെ അത് എല്ലാത്തിനെയും ഉരുക്കിക്കളയുന്ന നിലക്ക് ശക്തമായ ശബ്ദവും അതുപോലെ തന്നെ തീജ്വാലകളുടെയും തീപ്പൊരികളുടെ ഏറും ശക്തമായ പുകയും കൊണ്ട് മദീനയാകമാനം പ്രകമ്പനം കൊള്ളുന്ന നിലക്കുള്ള ഒരു തീപ്രവാഹമെന്ന് ഉണ്ടായി. മാത്രമല്ല, അത് കാരണത്താൽ അവിടെയുണ്ടായിരുന്ന ആളുകളൊക്കെയും പ്രത്യേകമായി അവർ അഅ്ലനൂ തൗബത്തഹും എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. റജഉ ഇലല്ലാഹ് വഅഅ്ലനൂ തൗബത്തഹും വഅഖലഉ അനിൽ മആസി, അല്ലാഹുവിലേക്ക് മടങ്ങുകയും പ്രത്യേകം തൗബ ചെയ്യുകയും പാപങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയുണ്ടായി എന്നും, അന്നത്തെ ഭരണാധികാരികൾ പലരെയും കൈയടക്കി വെച്ചിരുന്നവരെ സ്വതന്ത്രരാക്കി വിട്ടുവെന്നും, അടിമകളോട് കാരുണ്യം കാണിച്ചുവെന്നും, അവർ കൈയടക്കി വെച്ചിരുന്ന സ്വത്തുക്കൾ അവകാശികൾക്ക് ഉടനെ വിട്ടുകൊടുത്തു എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ അന്ന് മദീനയിൽ സംഭവിച്ച ആ തീപ്രവാഹം, ഏറ്റവും നക്കിത്തുടച്ച പർവ്വതത്തിന്റെ അടയാളങ്ങൾ ഇന്നും മദീനയിൽ പോയാൽ ചരിത്രാന്വേഷികൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നുള്ള കല്ലിന്റെ കഷ്ണങ്ങളൊക്കെ പലരും എടുത്തു വെക്കാറുണ്ട്. എന്തിന്? അതാ ഉരുകി വലിച്ച കറുത്ത കരിക്കട്ട പോലെയുള്ള ഏതാനും കല്ലിൻ കഷ്ണങ്ങൾ, ആ മലയിൽ നിന്ന് പൊട്ടി വീഴുന്ന കഷ്ണങ്ങളൊക്കെ കരിഞ്ഞ് ഇങ്ങനെ ലാവ ഉരുകിയിട്ട് ഇങ്ങനെ പ്രത്യേകമായി ഉരുക്കപ്പെട്ട എന്തോ ഒരു സാധനം പോലെ കാണുന്ന നിലക്കുള്ള പാറക്കഷ്ണങ്ങളുടെ അടയാളങ്ങൾ ഇന്നും മദീനയിൽ നമുക്ക് കാണാൻ സാധിക്കും. 654 പടർന്നു പിടിച്ച ശക്തമായ നിലക്കുള്ള തീ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവചനം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയായിരുന്നു എന്നാണ് സമകാലികരായ ആ കാലഘട്ടത്തിൽ ആ സംഭവങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അവിടുത്തെ
ശറഹ് മുസ്ലിമിലും ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള ഒട്ടേറെ സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞവയാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഇനിയിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നവയുമുണ്ട്, ഇനിയും വരാനുള്ളവയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് ചരിത്രങ്ങൾ നാം അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഇനിയും കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും അത് നമ്മുടെ ഈമാനിനെ ദൃഢവൽക്കരിക്കേണ്ടതുണ്ട്. നമുക്ക് ഇത് വെറുതെ ചരിത്രം കേൾക്കാനല്ല, വെറുതെ ഇങ്ങനെയൊക്കെ കേട്ട് രസിക്കാനല്ല, മറിച്ച് റബ്ബേ എനിക്ക് പോയി കിടക്കേണ്ടുന്ന ഖബറിലേക്കുള്ള ദൂരവിധ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും അവരവരുടെ അന്ത്യനാൾ, അവരുടെ മരണം തന്നെയാണ്. അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സത്യമാണ്, 100% സത്യമാണെന്ന് തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് ദിനം പ്രതി എന്നോണം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയിലേക്ക് നമ്മുടെ കണ്ണ് തുറക്കാൻ, കാത് തുറക്കാൻ, ഖൽബ് തുറക്കാൻ പ്രിയപ്പെട്ടവരെ, അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് നിമിത്തമാകണം. ആ രൂപത്തിലുള്ള പ്രത്യേകമായ ചിന്തകൾ മുഖേന തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് അത് നമ്മെ പ്രേരിപ്പിക്കണം. എങ്കിലേ പ്രിയപ്പെട്ടവരെ ഇതുകൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തിക്കൊണ്ട് ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരങ്ങളിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് നമ്മുടെ ആ മരണം അല്ലാഹു പൊരുത്തപ്പെടുന്ന നിലക്കായി തീരുവാനുള്ള എല്ലാവിധത്തിലുള്ള തൗഫീഖും സർവശക്തനായ റബ്ബിൽ നിന്ന് ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അവൻ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.